वीर शहीद भगत सिंह, क्या कोई कांग्रेसी परिवार का व्यक्ति मिलने गया था? വല്ലതും പിടികിട്ടിയ ഭയങ്കര അർത്ഥമായതിനൊക്കെ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല, പക്ഷെ താങ്കൾക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും. താങ്കൾക്ക് അത് വിവർത്തനം ചെയ്യാം. ഏതെങ്കിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവ് എന്തൊക്കെയാണ് വിളിച്ചിരുന്ന് പറയുന്ന? ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. വീരചരമം ഷഹീദ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ സന്ദർശിച്ച കഥയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. എന്ത് കോവയ്ക്ക മൊണ്ണയാടാ രക്തസാക്ഷിയായ ഭഗത് സിംഗിനെ കൊലക്കയറിൽ നിന്ന് കൊലക്കയറേറ്റു വാങ്ങിക്കൊണ്ട് മരണമടഞ്ഞ് താഴെ വീണ ആ ഭഗത് സിംഗിനെ നികൃഷ്ടൻ തന്നെ. എന്തൊരു അറിവാ നിനക്ക്. ദയവായി മനസ്സിലാക്കണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. എന്താ പറയേണ്ടത്? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ഈ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ദയവായി കൂടുതൽ അബദ്ധങ്ങളിലേക്ക് നമുക്ക് ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. നല്ല വിവരമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വിഡ്ഢി. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ കിടക്കുന്ന ഭഗത് സിംഗിനെ കോൺഗ്രസ് സന്ദർശിച്ചിരുന്നു. ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ശോഭാ സുരേന്ദ്രൻ അതിനെ അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് ലാലു പ്രസാദ് യാദവിനെ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട എന്തെങ്കിലും മെഴുകി വെക്കാതെ ഒരു കാര്യമായിട്ടുള്ള ഒരു പോയിന്റ് പറ. ലാലു പ്രസാദ് യാദവിനെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ദയവായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ആ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ അതിനെ അപകടകരമായി വ്യാഖ്യാനിക്കരുത് ദയവായി. നീ എന്താന്ന് പറയുന്നത് എനിക്ക് വല്ല ബോധമുണ്ടാ? നീ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടില്ല. നീ ആജീവനാന്ത ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം, പ്രബുദ്ധരായ ജനമുണ്ടല്ലോ ഷാനി, ഇത് ചെറിയ കളിയല്ല. ഇവിടുന്ന് വന്നൂടി എനിക്ക് പുതിയൊരു ബോധോദയം. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ വീരചരമം പ്രാപിച്ചപ്പോ ആ ചരമം പ്രാപിച്ചതിന് ശേഷം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. അവസാനിപ്പിക്കുകയാണ്. ദയവായി വസ്തുതകൾ അറിയുന്ന പ്രബുദ്ധരായ കേരളത്തിലെ മലയാളികൾക്ക് മുന്നിൽ ഈ തരത്തിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചർച്ച അവസാനിക്കുകയാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്തായാലും പത്തനംതിട്ടയിലെ BJP പ്രവർത്തകർ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യം പ്രധാനമന്ത്രിയോട് ചോദിക്കാത്തതെന്നാണ്. അത് അഭിലാഷിന് മനസ്സിലാവില്ല. കാരണം അഭിലാഷ് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ നിന്ന് അപ്പുറത്തായിക്കൊണ്ട് ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. എന്റെ നിലപാട് എന്തോ ആയിക്കോട്ടെ. BJPയുടെ പ്രവർത്തകർക്ക് അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരാണ്. അവർക്കറിയാം കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റിൽ അവർക്കറിയാം കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? അത് ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ സെങ്കൂർണിക്ക ബ്രവത്തുൽ ഓഫ് ഡബിളോപ്പതി എന്ന് പറയും. താങ്കൾക്ക് അതിനെ കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. അതല്ലാതെ വക്ക് പൊട്ടിയ ചട്ടിയും കണ പൊട്ടിയ കയ്യിലും നല്ല കൂട്ട്. ഒന്നിനൊന്നര കൂട്ടെന്ന നിങ്ങൾ എത്ര നേരമായിട്ട് പറയുന്നു ഈ ലിസ്റ്റ്? എനിക്കറിയില്ല, പറഞ്ഞാ എനിക്കറിയില്ല, പറഞ്ഞാ എന്താ ഈ കൺകറന്റ് ലിസ്റ്റ്? അല്ലെങ്കിൽ തന്നെ ഈ പഠിപ്പുള്ളവന്മാരെ എനിക്ക് എന്റെ കണ്ണെടുത്ത് കണ്ടുകൂടാ. ഞാൻ ഒരൊറ്റ ക്ലാസ് പഠിക്കാതെ ഈ നിലയിലെത്തിയത് അതെനിക്കറിയാമോ? അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. കൺകറന്റ് ലിസ്റ്റ് അറിയാത്ത ഒരാളാണ് താങ്കളെങ്കിൽ പൊതുസമൂഹത്തോട് താങ്കൾ മാപ്പ് ചോദിക്കണം. നിങ്ങൾക്കറിയാമോ? ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അല്ല, നിങ്ങൾ ഇവിടെ വാചാലമായപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് അറിയില്ലാന്ന്. അതുകൊണ്ടാ ചോദിച്ചത്. അടിയൊഴിവായി കിട്ടിയാൽ മതി. ഇത് എന്ത് പിശാചിക്കലാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. എന്ത് അല്ല, നിങ്ങളാണല്ലോ ഇത് പറഞ്ഞ ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന്. ഒന്ന് പഠിപ്പിച്ച എന്താ ഈ കൺകറന്റ് ലിസ്റ്റ്? അല്ലല്ല, അതല്ല, എന്നെ പോലെയും നിന്നെ പോലെയും തലവരയില്ലാത്തവന്മാര് എന്തു വരച്ചാലും വെള്ളത്തിൽ വരച്ച വരെയാണ്.